ഹലോ ഗായ്സ്, വെൽക്കം ടു ദ 5th എപ്പിസോഡ് ഓഫ് മൈ +2 ബോർഡ് എക്സാം സീരീസ്. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ബയോളജിയുടെ എക്സാമിനേഷൻ. പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, നല്ല ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇറ്റ് വെൻറ്റ് റിയലി വെൽ. സുവോളജിയൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ ബോട്ടണി ബയോളജി പ്രിപ്പറേഷൻ വീഡിയോയിൽ ഐ ഫോർഗോട്ട് ടു മെൻഷൻ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച്. സിന്ധു മിസ്സിനോടും മെറീന മിസ്സിനോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാംസൊക്കെ അടിപൊളിയായി കടന്നുപോയി. ബിക്കോസ് ബയോളജി അത്ര നല്ലതായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച്, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിച്ച അവസാനം ആ കോണിൻ്റെ ഭാഗം കഴിക്കാമെന്ന് ഓർത്തിരുന്നപ്പോൾ അത് ചാടിപ്പോയി ഗൈസ്. എന്തേലും ആട്ടെ. അതായത് നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, മാത്സ്, ബയോളജി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരേ ഒരു എക്സാം മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ഇംഗ്ലീഷ്. ആൻഡ് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും അവസാനത്തെ എക്സാമാണ്, അത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിൻ്റെ ഗൈഡാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് എൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റ്. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷിനെ കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയാം. ഓ മൈ ഗോഡ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഈ പുസ്തകത്തിൽ ഒരേ ഒരു ചാപ്റ്ററാണുള്ളൂ. അത് നമ്മുടെ മാത്സ് ബോക്സ് എന്ന് പറയുന്ന പാഠമാണ്. അതായത് ഒട്ടും ആനുകാലിക പ്രസക്തി ഇല്ലാത്തൊരു പാഠമാണ് മാത്സ് ബോക്സ്. ഇതിലെ നോമിത എന്ന കഥാപാത്രത്തെക്കാളും ചന്ദനമഴയിലെ അമൃത ഈസ് ഫാർ ഫാർ ബെറ്റർ. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നോമിത അവളുടെ ഹസ്ബൻഡുമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാരണം എന്താ, അവളുടെ പേരിൽ വന്ന കത്ത്, അല്ലെങ്കിൽ അവളുടെ അമ്മ എഴുതിയ കത്ത് അവൻ ഈ അജിത്ത് എന്ന് പറഞ്ഞ ആൾ വായിച്ചതുകൊണ്ട് അത് തെറ്റ് തന്നെയാണ്, സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിന് സ്വന്തം സാരി കത്തിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എങ്ങാനും തീ പിടിച്ച് എത്താറുണ്ടെങ്കിൽ അവർക്കല്ലേ നഷ്ടം, അവന് വല്ല നഷ്ടമുണ്ടോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആനുകാലിക പ്രസക്തമല്ലാത്ത കഥകൾ ഇപ്പോഴും ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിലിട്ട ആളുകൾ ഇത് ചെയ്യരുത്. ഇപ്പോൾ പണ്ട് പഠിച്ചവരൊക്കെ വന്ന് നോമത മാസമായിരുന്നു എന്നൊന്നും പറയരുത്. അന്ധകാലത്ത് നോമത മാസമാണെങ്കിൽ ഇന്ന് നോമത ക്രിഞ്ചാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഗ്രാമറാണ് കേട്ടോ ഞാനിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.